ഡൽഹിയിലെ ആം ആദ്മി പ്രതിഭാസത്തിന് അന്ത്യം. അഴിമതി വിരുദ്ധ പ്രതിച്ഛായ നഷ്ടപ്പെട്ട ആം ആദ്മി പാർട്ടിയുടെ തലയെടുപ്പുള്ള നേതാക്കളെല്ലാം പരാജയം രുചിച്ചു. ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം കോൺഗ്രസിന്റെ സാന്നിധ്യവും ആപ്പിന് വിനയായി. അഴിമതി വിരുദ്ധ മുദ്രാവാക്യവുമായെത്തി 10 വർഷം കൊണ്ട് ദേശീയ പാർട്ടി പദവി സ്വന്തമാക്കിയ ആം ആദ്മി പാർട്ടി ഇത്തവണയും ഡൽഹി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് 50 ദിവസത്തെ ആദ്യ സർക്കാർ നൽകിയ സൗജന്യങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ്. മദ്യനയ അഴിമതിയെ രാഷ്ട്രീയ പകപോക്കലെന്നാരോപിച്ച ആം ആദ്മി പാർട്ടിക്ക് എന്നാൽ കെജ്രിവാളിന്റെ ആഡംബര വസതിയുടെ മാതൃകകളും 10 നുണകളുടെ ശബ്ദരേഖയുമായി BJP പ്രചാരണത്തിനിറങ്ങിയപ്പോൾ പ്രതിരോധിക്കാൻ ആയുധമില്ലാതായി. ചേരികളിലെ വോട്ടർമാർ പോലും ആം ആദ്മിയെ കൈവിട്ടു. പ്രതിച്ഛായ നഷ്ടപ്പെട്ട അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയുടെ ഭൂരിഭാഗം സ്ഥാപക നേതാക്കളും ഇത്തവണ കാലിടറിയപ്പോൾ ആരോപണ ശരങ്ങളേൽക്കാത്ത ഗോപാൽ റായ്ക്ക് ബാബർപൂരിൽ കാര്യമായ ക്ഷീണം തട്ടിയില്ല. മുഖ്യമന്ത്രി അതിഷിയും കൽക്കാജിയിൽ നിന്നും ജയിച്ചു കയറി. ആദായ നികുതി പരിധി വർദ്ധിപ്പിച്ചതും പ്രകടന പത്രികാ വാഗ്ദാനങ്ങളും സർക്കാർ ജീവനക്കാർ അടക്കം മധ്യവർഗത്തെ BJPക്കൊപ്പം നിർത്തി. കോൺഗ്രസിനെ വില കുറച്ചു കണ്ടത് കെജ്രിവാളിന് ന്യൂനപക്ഷ സ്വാധീന മണ്ഡലങ്ങളിൽ വിനയായി. വോട്ട് ഭിന്നിപ്പിന്റെ സാധ്യത മനസ്സിലാക്കിയ BJP പ്രചാരണ തന്ത്രങ്ങളിൽ സൂക്ഷ്മത പുലർത്തി. അഴിമതി കേസ് നേരിടുന്ന നേതാക്കളിൽ അമാനത്തുള്ള ഖാൻ മാത്രമാണ് ഇത്തവണ ചൂലടയാളത്തിൽ ജയിച്ചു കയറിയത്. എന്നാൽ പ്രാദേശിക സ്വാധീനമുള്ള സ്ഥാനാർത്ഥികളും ഔട്ടർ ഡൽഹിയിലെ മണ്ഡലങ്ങളും ആം ആദ്മിയെ ഇത്തവണയും നിലനിർത്തി. സൗജന്യങ്ങളിലൂടെ വിലക്കെടുക്കാൻ കഴിയുന്നവർ മാത്രമായി വോട്ടർമാരെ കുറച്ചു കാണരുത് എന്ന ശക്തമായ സന്ദേശം കൂടിയാണ് ഡൽഹിയിലെ ജനവിധി നൽകുന്നത്. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി.